ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു സാമ്പാർ പൊടിയുടെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മല്ലിയാണ് നല്ല രീതിയിൽ വറുത്തെടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഉലുവ നല്ല രീതിയിൽ വറുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ജീരകം കൂടെ ഇട്ട് നല്ല രീതിയിൽ അത് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ടത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് നല്ല രീതിയിൽ വറുത്ത് വന്നതിന് ശേഷം അതും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഞാൻ പാത്രത്തിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് തുവരപ്പരിപ്പാണ്. തുവരപ്പരിപ്പും നല്ല രീതിയിൽ തന്നെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നേ. അതും കൂടെ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉഴുന്നാണ് ചേർത്തിട്ടുള്ളത്. ഉഴുന്നും കൂടി നല്ല രീതിയിൽ വറുത്തെടുത്തിട്ടുണ്ട്. ആ ഉഴുന്ന് നല്ല രീതിയിൽ വറുത്തതിന് ശേഷം ഞാൻ അതും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു അരനാഴി അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അരിയും നല്ല രീതിയിൽ പൊട്ടി വരുന്ന രീതി വരെ നമ്മൾ വറുക്കണം. അത് നല്ല രീതിയിൽ വറുത്ത് വന്നപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാശ്മീരി ചില്ലിയും കൂടെ അരിയുടെ കൂടെ ഇട്ട് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ എടുത്ത കാശ്മീരി ചില്ലി കുറവായതുകൊണ്ട് ഞാൻ എക്സ്ട്രാ കാശ്മീരി ചില്ലി എടുത്ത് വറുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ വറുത്ത് വന്നതിന് ശേഷം നേരത്തെ അരിയുടെ കൂടെ വറുത്ത കാശ്മീരിയും കൂടെ ഞാൻ ഇതിലോട്ടിട്ട് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നേ. ഞാൻ കായവും കൂടി ഇട്ട് വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ കായവും കൂടി ഇടണം കേട്ടോ. കായം കൂടി ഇട്ട് വറുത്തതിന് ശേഷം ആ വറുത്ത് വെച്ചതെല്ലാം കൂടിയിട്ട് ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. ആ പൊടിച്ച് ഞാൻ ജാറിലേക്ക് മാറ്റിയതാണ് നിങ്ങൾ ഈ കാണുന്നത്.